സുഹൃത്തുക്കളെ, ആദിവാസികളുടെ ഭൂമി കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിനെതിരെ മധ്യപ്രദേശിൽ നടക്കുന്ന ആദിവാസി സമരത്തിനും ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിനും നാളിന്നുവരെ ലോകത്തിൽ നടന്നതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ എല്ലാ അവകാശ പോരാട്ടങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മയൂർ വിഹാർ ഫേസ് 3 ബ്രാഞ്ചിന്റെ അടിയോർ പട. അവകാശങ്ങൾ നേടുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്യുകയും ചെയ്യും. ഇല്ല ഇല്ല വഴക്കമില്ല. ഞങ്ങളുടെ മണ്ണാസാലെ ഞങ്ങൾക്കും പോകില്ല. മരിക്കാനാണ് ഞങ്ങൾ ഇവിടെ കിടന്നെത്തോളാം. ഈ നിങ്ങൾ പങ്കിട്ടെടുത്ത ഈ മണ്ണിന്റെ അതിലടയാളങ്ങളെല്ലാം പുറത്താക്കി ഞങ്ങളെ കോളനികൾ ചുറ്റിയിട്ടുള്ള നിങ്ങൾ തന്നെയല്ലേ. ഇനി നടക്കൂല സാറേ. ഞങ്ങൾക്ക് അവകാശപ്പെടുന്നത് പിടിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം. ഈ ഗുലാബ് സിന്ദാബാദ്, 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 ഈ ഗുലാബ് അടുത്ത വഴിയുടെ തുളസി കയറുന്നതിന്റെ തലച്ചോറിനുള്ളിലേക്ക് ജീവനും പുതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. ഹലോ നമ്മുടെ ജീവനത്തിൽ ഇവിടെ ഒരു വിലയില്ല. അതിലും അജിബുകളുടെ ജീവനും ജീവിതമൊക്കെ ശിവന്മാരുടെ തീണ്ടാപ്പാടുകളല്ലേ. എത്ര കാലമായി നമ്മൾ സമരം ചെയ്യുന്നു. അവസാനം പോയി നമ്മൾ ഒറ്റയ്ക്കുമായി നിർത്താം. നമുക്കെല്ലാം മതിയാക്കാം. അതെ, നമ്മുടെ സമരം കാണാനും കേട്ടതൊന്നും ഇവിടെ ആരുമില്ല. ഇനി ഇത് തുടർന്നാൽ നമ്മളെല്ലാവരും മരിക്കും. എത്ര കാലായി വിളിച്ചിട്ടായിരിക്കണം. ഇല്ല, ഒരിക്കലുമില്ല. ഇവനെ കൊന്ന നമ്മൾ പേടിച്ച് സമരം നിർത്തുമെന്നാണ് ഇവന്മാരുടെ. ഈ പോരാട്ടത്തിന് ജീവൻ നൽകിയ രക്തസാക്ഷിയാണ് എന്റെ ഭർത്താവ്. ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചാൽ ഇവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാകുന്നത്.
പക്ഷേ ഞങ്ങളെ പോലെയല്ല നിങ്ങൾക്കൊക്കെ ഇനിയൊരു ജീവിതമുണ്ട്. അടിമകളുടെ ജീവിതം ഇങ്ങനെ അടിമകളായി തന്നെ തീരാനാണ് വിധിയെന്ന് കരുതുക. ഈ നാടിന്റെ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താത്തൊരു കഥയില്ലേ രാവണേട്ട? ജാതി വെറിയും തൊട്ടു തീണ്ടായ്മയും മാത്രമായിരുന്നില്ലല്ലോ നമ്മുടെ പൂർവികർ അനുഭവിച്ച രീതികൾ. കുഞ്ഞിന്റെ ചരിത്ര പുസ്തകത്തിൽ ഇല്ലേലും നമുക്കൊക്കെ അറിയാവുന്ന സത്യമല്ലേ അത്? ജനിക്കാൻ പോലും അർഹതയില്ലാത്തവരായി നമ്മുടെ പിന്മുറക്കാർ. ചന്തയിൽ ഇറച്ചി വിൽക്കുന്ന പോലെ ചങ്ങല കെട്ടിത്തൂക്കി വിറ്റിരുന്ന കാലമുണ്ടായിരുന്നവർ അല്ലേ? പക്ഷേ അടിയാള പ്രേതങ്ങളായി കഴിഞ്ഞിരുന്ന അവരെ അതിൽ നിന്നും മോചിപ്പിച്ച തൂമന്റെയും ചീരയുടെയും പോരാട്ടത്തിന്റെ കഥ നമ്മൾ പറഞ്ഞില്ലേ? എത്ര തന്നെ കുഴിച്ചു മൂടിയാലും അവരുടെ പോരാട്ട വീര്യം തിരിച്ചു വരിക തന്നെ ചെയ്യും. ഭൂമിയുടെ അതിർത്തി നിശ്ചയിച്ച നാൾ മുതൽ മനുഷ്യന്റെ മണ്ണിനു വേണ്ടിയുള്ള യുദ്ധം തുടങ്ങി. അന്നു മുതൽ ഭൂമിയിൽ ഉടമകളും അടിമകളും സൃഷ്ടിക്കപ്പെട്ടു. 10-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ വെടിമരുന്ന് കണ്ടുപിടിച്ചതോടെ ഉടമകൾ അടിമകളെ ഉപയോഗിച്ച് അവരുടെ അതിർത്തികൾ വലുതാക്കി. ഉടമകൾ നിയമങ്ങൾ ഉണ്ടാക്കി. അവകാശം പറയാനില്ലാത്ത മനുഷ്യരുടെ മുതുകിൽ ജനിച്ച നാൾ മുതൽ മുദ്ര കുത്തപ്പെട്ടു. പണത്തിനു വേണ്ടി ജീവിതം വിറ്റവരെല്ലാം പേരില്ലാത്ത അടിയാള പ്രേതങ്ങളായി. പക്ഷേ ജീവിതം അടിമച്ചന്തകളിൽ മരിച്ചു തീരാൻ സമ്മതിക്കാതെ കാടിനോടും തോക്കിനോടും പൊരുതി ഒരു കൂട്ടം മനുഷ്യർ അവരുടെ യാത്ര തുടങ്ങി. ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് കാടിന്റെ സത്യം തേടി അവർ നടന്നു. നാടിന്റെ വെളിച്ചം തൊടാത്ത പുതിയ കാലത്തെ തേടി. ചിന്തി പുളയുമാ ഉയിരുടൽ പിളർന്നൊരാ മനുജരെങ്ങാണോ കാടിൻ മക്കളെ ഉമ്മയറിയാമോ?
പോകില്ല. പിറപ്പി മടിയിൽ തന്നെ മരിപ്പി തണലിൽ തന്നെ വിലങ്ങിൽ പതറിപ്പോകില്ല. ഇരുളുമൂടിയൊരഴൽ പരപ്പിൽ കനവുമാഞ്ഞൊരു കരൾ പിടപ്പിൽ പുലരി തെളിയുമോ കിരണമിന്നാണോ കാട്ടുമുന്തിരി പൂത്ത ചോലയിൽ ചോര ചിന്തി പുളയുമാ ഉയിർ ഉടൽ പിളർന്നൊരു മനുഷ്യരെന്നാണോ ചിരി കവർന്നവരെ നമ്മുടെ കനവുകൾ കണ്ടവരെ കാടിൻ മക്കളെ ഉമ്മയറിയാമോ കാടിൻ മക്കളെ ഉമ്മയറിയാമോ വിശന്നിട്ടും വയ്യ. വയറ് കാട്ടിട്ട് പാടില്ല. എന്തായാലും കഴിക്കാൻ തോന്നിയാവുന്നു. എടാ, കൊണ്ടാ. നിനക്കെപ്പോഴും നിന്റെ ഈ വയറ് മാത്രമേ ഉള്ളൂ. നീ കാട് കയറി വന്ന നേരം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊക്കെ എവിടെയൊക്കെ ചിതറിപ്പോയത് വല്ല അറിവുണ്ടോ നിനക്ക്? അതുപോലെ നേരിടം വന്ന കാട് കയറി വന്നുകൊണ്ടാ ഉയരൊന്ന് തിരിച്ചിട്ട് ഇനി കാട്ടിട്ടുണ്ടമാര് നമ്മളാണ് നമ്മളിവിടെ ആരും ചങ്ങലത്ത് കിടാൻ പറ്റില്ല. പക്ഷേ ഉള്ളിലൊരു ഭയം ഇപ്പോഴും മാറുന്നില്ല. കാട്ടിലെ മൃഗങ്ങളെയല്ല, കാട്ടിലെ മൊത്തം ചെമ്മിമാരെയാണ് എനിക്ക് പേടി. അവരെ കണ്ണിവെള്ളം വെട്ട തീർന്നു നമ്മൾ. പേടിക്കേണ്ടത് ഇനി ഈ കാട് പണി നമ്മളെ പൊട്ടുന്നവരാ ചതിക്കില്ല. ഈ കാണുന്ന മരങ്ങളും പാർക്കെട്ടുകളും നമ്മുടെ കോട്ട. നമ്മുടെ കരിക്കത്തിനടുത്തോളം കാലം നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇവിടുത്തെ കാറ്റും മണ്ണും നമ്മുടെ കൂടെയുണ്ട്. തൂമോ, അവിടെ നിന്നൊരു ഒച്ച. കാടിലടി മണല് പോലെ. ഏതോ കാട്ടുമൃഗമായ രീതി നല്ല ഈന്തിലൊക്കെ കൂട്ടി പിടിച്ച പിന്നെ കാണിന് പിടിക്കുന്നതിന് മാത്രം ഉശിരി കാട്ടിയാ പോരാ. പിന്നെ 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 കാത്തിരുന്ന ഞാൻ ഉശിരിണ്ടാ കൂടെ പോകും. പിന്നെ നിങ്ങൾ വർത്തമാനം പറയണി പോതേണ്ട തിന്നാനാക്കേ. അയ്യോ തൂവ അയ്യോ കാട്ടിന്റെ കൊമ്പ് കൊണ്ട് മുറിവ കൃഷി പറഞ്ഞ് കൂട്ടിവെച്ച ദേഹക്കരി ഞാൻ ഇപ്പൊ എടുത്തിട്ട് തരാം.
തൂമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ കാടും പിന്നെ 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 നീയുമാണ്. വെടിവെച്ച കേട്ട് ശീലമില്ലാതെ കാണാം. അതിനെ സന്തോഷിപ്പിക്കാൻ മാത്രമേ അറിയൂ. നീ ആ മല കണ്ടു. ആ മലയ്ക്കപ്പുറത്തായിരുന്നു നിങ്ങളുടെയൊക്കെ ശ്വാസം. ഞാനും ഒന്നനും കായൊക്കെ ജനിച്ചു വളർന്ന ഞങ്ങളുടെ മണ്ണിൽ കാട് താണ്ടി ഇവിടെ എത്തിയപ്പോ ഞങ്ങളുടെ ഉള്ളിലൊക്കെ മുറിവുണ്ടായിരുന്നു. ആ മുറിവുണ്ടാകാനുള്ള മരുന്നൊന്നും തിശി ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. എനിക്കറിയില്ല. പക്ഷെ ഇനി ഞാനുള്ളിടത്തോളം കാലം അങ്ങനെ ഒരു മുറിവുണ്ടാവില്ല. എന്തിനാ? അത് അവരുടെ എന്നെ കണ്ടെത്താൻ. അതെങ്ങനെ? അത് അവർ പരസ്പരം സംസാരിക്കുന്നത് അവരുടെ ഈ വെളിച്ചങ്ങൾ തെളിച്ചുകൊണ്ടോ. എന്നിട്ട് മിന്നി മിന്നി ഒരു നാൾ അവരുടെ വെളിച്ചങ്ങൾ ഒന്നാവും. അപ്പോൾ അവർ പ്രണയത്തോടെ ഇണ ചെയ്യും. പക്ഷേ ചിരി ഇണ ചെയ്യുന്ന മുഖ്യാമനികൾ ഒരാൾ ഉടനെ ചത്തുപോകും. അയ്യോ, പക്ഷേ ചിരി നമുക്ക് ജീവിക്കാം. നമ്മുടെ ഈ പ്രണയം ഈ കാടിന് പ്രതീക്ഷയാകണം. അതിവിടെയുള്ള ഓരോ ജീവനിലും ജീവിക്കാനുള്ള പ്രത്യാശയാകണം. അതെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, കുടിയന്മാരെ ഭയക്കാതെ. വല്ല കാട്ടു പുലിയാവും ചിരി ഇവിടെ നമുക്ക് പതിവല്ലേ? അല്ല തുമ്മ, ഇത് മൃഗങ്ങളുടെ ഒച്ചയൊന്നല്ല, ഒടിഞ്ഞു വീഴുന്ന ഒച്ചയാ. നമ്മുടെ കാടിന് മൊത്തം ബാക്കിയാവര് ചെമ്പമല മുഴുവൻ വെട്ടിവെടുപ്പിച്ചു. വെള്ളക്കാർ കുഴപ്പം എല്ലാം തിരിഞ്ഞു വെച്ച് സമാധാനിച്ചതാ. കരഞ്ഞിട്ട് കാര്യമില്ല. തിരി അവരീ ചെമ്പമല മുഴുവൻ വെട്ടിവെടുപ്പിക്കും. പിന്നെ അവരുടെ നോട്ടം ഈ കുറിമലയിലേക്കാവും. ഗൗഡയുടെ ആൾക്കാർ വന്ന് നമ്മുടെ മലയുടെ ആൾക്കാർ മൊത്തം വെട്ടിവെടുപ്പിച്ച് കഴിഞ്ഞു. അവിടെ തെരുവ് കണ്ട പണിയെ നോക്കും അവര്. വെള്ളക്കാരൻ പോയപ്പോ വിചാരിച്ചു ഇനി പണ്ട് നമ്മള് സ്വന്തമാണെന്ന്. പക്ഷേ ചട്ടികൾ നമ്മളെ വീണ്ടും തങ്ങളിക്കിടുവാണല്ലോ.
ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇത് തന്നെയായിരിക്കും വിധി. തോക്കെടുക്കുന്ന ജന്മിമാർക്ക് വേണ്ടി നമ്മുടെ കൈക്കോർത്തോണ്ട് നമ്മൾ പോരാടും. ഈ കാട് ഇതാണ് നമ്മുടെ തായി. സ്വന്തം അമ്മ വിട്ടുകൊടുത്തിട്ട് മക്കൾക്ക് എന്ത് ജീവനാണുള്ളത്? നമ്മൾ പോരാടും, അവസാനം വരെ പോരാടും. നമ്മൾ പോരാടും, അവസാനം വരെ. പക്ഷേ ഇപ്പോഴത്തെ കൂലിക്കാർക്ക് ആ മല മുഴുവൻ വെട്ടിവെളുപ്പിക്കാൻ പറ്റുന്നില്ല. തമ്പ്രാൻ വിചാരിച്ച പോലെ ഈ പണി നടക്കില്ല. കോളികാരി മക, പണി നടക്കണം, അതെങ്ങനെയാണെങ്കിലും. പണ്ടെങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ റൂൾ ചെയ്തപ്പോൾ ഈ ചെമ്പന്മാരെല്ലാം വെട്ടിവെളുപ്പിച്ചത്? പറയടാ. അത് പിന്നെ അവരെ കാട്ടിലുള്ള ആദിവാസികളെ പിടിച്ചോണ്ട് വന്ന് അടിമകളായി വെച്ച പണികഴിച്ചുണ്ടാ. അങ്ങനെയാണെങ്കിൽ ആ കാളന്മാരെ വെച്ച് തന്നെ നമ്മളും ഈ പണി നടത്തും. ഓരാണെങ്കിൽ കാട് വെട്ടാനും കൊത്തുണ്ട്, പിന്നെ പാമ്പുകളിലേക്കാതെ പണി ചെയ്യാനും കൊത്തുണ്ട്. നമ്മളെ ആളുകളെ നീ കണ്ടില്ലേ? എല്ലാം പാമ്പ് കടിയേറ്റും പണി പിടിച്ചും ചാവുകയല്ലേ. എണിക്കാ കാളന്മാരെ തന്നെ വേണം. പക്ഷെ അവരെങ്ങനെ പിടിക്കും തമ്പ്രാ? അവരെ ഉൾക്കാട്ടിൽ ഒളിച്ചിരിക്കണ്ടേ? നമ്മൾ അങ്ങോട്ട് എന്നാൽ അവരെ മലയുടെ മുകളിൽ നമ്മളെ കൊന്നു പറയും. ഒടുക്കത്തെ ഉശിരാണ് അവർക്ക്. പ്രശ്നമോ? സൂളമക, എങ്ങനെയാണാ പണ്ട് ബ്രിട്ടീഷുകാർ കാളന്മാരെ ഒതുക്കിയത്? അവന്മാരുടെ കയ്യിൽ തീ തുപ്പുന്ന ഒരു സാധനം നീ കണ്ടിട്ടില്ലേ? തീ തുപ്പുന്ന സാധനം? തീ തുപ്പില്ല തമ്പ്രാ. തീരുപ്പി നിറച്ച തുപ്പാക്കി നീരോട് നോക്ക്. ഇതിന്റെ മുൻപിളങ്ങാനും മാറങ്ങളും വന്ന് നിന്നാൽ അവന്റെ നെഞ്ചു തുളച്ച് ചോര പിടിച്ച് തെളിച്ചു വരുമ്പോ കാളന്മാരെല്ലാം എന്റെ കാളിനടിയും. ഓ, ഈ തുപ്പാക്കി എങ്ങനെ കിട്ടി തമ്പ്രാ? അതാ, അത് പണ്ട് ബ്രിട്ടീഷ് വില്യംസ് ഞാനൊരു ഉപകാരം ചെയ്തു കൊടുത്തതിന് പകരമായി എന്റെ കയ്യിൽ തന്നതാ 24 തിറയുള്ള റൈഫിൾ തുപ്പാക്കി. പണ്ടത്തെ റൈഫിൾ തുപ്പാക്കി ഇനി അവന്മാരുടെ താഴിയായ ചമ്പന്മുളയും കാടന്മാരും എന്റെ ഇരട്ടക്കുഴലിന്റെ മുമ്പിൽ വന്ന് ശരണാഗതരാകും.
അതിനു മുമ്പ് നമുക്ക് അവരുടെ ഊറും വഴിയും കണ്ടുപിടിക്കണം. മനസ്സിലായ? ആ, നീ ചെല്ല്, അവരുടെ ഊറും വഴിയും കണ്ടുപിടിക്കണം. ശരി തമ്പ്ര, ഇപ്പോഴേ കൂട്ടി ഊരും കൂടി കണ്ടുപിടിക്കാം. എന്താണത്? ചെമ്പന്മലയുടെ പരിപാലനത്തിലുള്ള വീട്ടുകാരിൽ കിട്ടിയതാ. തമ്പ്ര, അവർ അധികം പോയിട്ടില്ല. ഇതെന്താണ് മുഴുവൻ പാത്രങ്ങളാ? നോക്കി. എനിക്ക് കാര്യം മനസ്സിലായി. അവന്മാർ ചെമ്പൻമലയുടെ പുറകിലുള്ള ഊഞ്ഞിമലയുടെ ഇടുക്കുകളിലാണ് ഒളിച്ചിരിക്കുന്നത്. അവിടെയുള്ള കൂടിലാണ് അവന്മാരുടെ താമസം. അതേ തമ്പ്ര, അവിടെ ഇല്ലാത്ത ഈ കാട്ടിൽ അവർക്ക് വേറെ പോകാൻ കഴിയില്ല. നമുക്ക് ആളുകൾ കൂടി അങ്ങോട്ടല്ലോ. മാറ, ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ചാമ്പളായി കിടക്കുന്ന ഈ കാട്, ചാരം മൂടിക്കിടക്കുന്ന മുട്ടക്കുന്നത്, വെടിമരുന്നിന്റെ പുകയ്ക്ക് താഴെ വെന്ത് കറിഞ്ഞു കിടക്കുന്ന മനുഷ്യക്കറിയാണ്. പണ്ട് കുളമ്പന്മാരെ പേടിച്ച് കാടന്മാരെ എല്ലാവരെയും, എല്ലാ കാടന്മാരെയും ഞാൻ എന്റെ അടിമകളാക്കുക. ഇപ്പോൾ തന്നെ ചെല്ല്, അവന്മാരുടെ കുടിയിൽ തപ്പടത്തിയിട്ടേ. അതെ, കോടല്ല കുടിലുകളാണ് കത്തേണ്ടത്. സ്വന്തം കുടിലുകൾ കത്തുമ്പോൾ ഇറങ്ങി വരുമ്പോഴായിരുന്നു അവന്മാരും വെളിയില്. എന്നിട്ട് പ്രാടനും കൊണ്ട് ചമ്പന്മാരുടെ അടിവാരത്തേക്ക് തന്നെ വരും. അവിടെ ഉണ്ടാവണം നമ്മുടെ ആൾക്കാർ ആയുധവുമായി. വെള്ളത്തിനെ ഒരുമിച്ച് കൂട്ടും. വെക്കലാവുന്ന ഈ കുടിലുകൾക്ക് തീ. ശരി തമ്പ്ര, നാളെ നേരം പുലരുമ്പോൾ ആ കുടിൽമണിയിലെ കുടിൽ വെള്ളം എന്ത് കഴിഞ്ഞിറാണ്. സമയത്ത് കേട്ടില്ലേ? വേഗം. കത്തിയതല്ല, കത്തിച്ചതാ. ഈ തീയൊരു സൂചന, കാലേരിയാൻ പോണതിന്റെ സൂചന. തൂമ, ഇതുപോലൊരു തീ
മുമ്പ് കത്തുന്ന എനിക്ക് ഓർമ്മയില്ലേ? ആളുകൾ നെഞ്ചും കയ്യിൽ ജീവനുമായി അടിമച്ചത്തിൽ നിന്ന് ഉൾക്കാട്ടിലേക്ക് ഓടി വന്നപ്പോ നമ്മുടെ പിന്നിൽ കത്തിയെടുത്തത് നമ്മുടെ കൂടപ്പുറപ്പോൾ മാത്രമായിരുന്നില്ല, നമ്മുടെ ഊരും കൂടെയായിരുന്നു. തോക്കുകൊണ്ട് ഈ കാടുമല തോട്ടങ്ങളാക്കി കമ്പനി കെട്ടിപ്പോകാൻ വന്നവർക്ക് മണ്ണ കല്ല. പക്ഷെ നമുക്ക് നമ്മുടെ പേരുകളാണ് അവരെ കണ്ട് നമ്മൾ ഒരു അടയാളം വേണം. നമ്മുടെ പേരും മണ്ണും ചേർന്നിട്ട അവരെ കണ്ട് തോട്ടം ഉണ്ടാക്കി. എന്നിട്ടിപ്പോ ഇവിടുന്ന് പോകാൻ അടയാളമാ അവർ തന്നത്. ജീവമാണെങ്കിൽ ഓടി ഒളിച്ചോളാം. ഇനി എന്തെങ്കിലും ഒരു അവസാനമുണ്ടോ? ജീവന് വേണ്ടി കാട് താണ്ടി മടുത്തു. ആ മലക്കപ്പുറത്തുള്ള നമ്മുടെ മണ്ട് അവർ തേരി തൊട്ടുകൊണ്ട് മൂടി ഇത് നമ്മുടെ ഉയരം കൊണ്ട് പോകുന്നുണ്ട്. പടർന്ന് കേറാവര് അവർക്കൊക്കെ പണിയെടുക്കാനുള്ള വെറും പണിയാത്തവരാ നമ്മൾ. ഒന്നില്ലെങ്കിൽ മരിക്കണം, അല്ലെങ്കിൽ അടിമകളായി ജീവിക്കണം. നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മൾ അടിമകളായ നമ്മുടെ തലമുറയുടെ ജീവിതം ഈ കേരളത്തിൽ നമുക്ക് നൽകിയിട്ട് തീർക്കേണ്ടി വരും. എത്ര നാൾ വെച്ചാ ഓടി കളിക്കാം? ഒരു നാൾ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റൂ. അതെ, പോരിടാനുള്ള സമയമായി നമുക്ക്. ഗുരുവിന്റെ മുമ്പിൽ നട്ടൽ വിളിച്ചു നിൽക്കുന്നേ അടിയാളം പ്രജകളല്ല നമ്മൾ. കാടിന്റെ സത്യം പറഞ്ഞു മണ്ണിനെ പെരുക്കി ഇരുട്ടിന്റെ ആഴം പറഞ്ഞ് അടിയാൾപ്പെടാം. എന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്ത? നമുക്ക് ഇവിടെ ആവശ്യത്തിന് നടന്നാൽ മതിയോ? തോട്ടങ്ങൾ ഉണ്ടാക്കട്ടെ. കാണാനില്ലല്ലോ. നിങ്ങളെ കൊല്ലം ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഞങ്ങൾ എത്താലും നിങ്ങളെ പറയാനും ഞങ്ങളെ കൊടുക്കാനുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ കൊല്ലണം, കൊല്ലണം. ജീവനെ
ചെങ്കലയും മുത്തങ്ങയും അരിപ്പയും ഓർമ്മയിലുണ്ട്. ഇത് ചരിത്രത്തിന്റെ നീതികേടിനോടുള്ള ഒരിക്കലും അവസാനിക്കാത്ത പ്രതികാരം. വെടിക്കോപ്പുകളും പടയുമായി അധികാരികൾ വേട്ടക്കിറങ്ങുമ്പോൾ തലമുറകളുടെ ചോര വീണ ഈ മണ്ണിൽ നിന്ന് നെഞ്ചു വിരിച്ച് നമ്മൾ പ്രതിരോധിക്കും. ഞങ്ങൾ അടിയാളപ്രേതങ്ങളായിരുന്ന അടിമകളെ പടപൊരുതാൻ പഠിപ്പിച്ച തൂമന്റെയും ചീരിയുടെയും അടിയോർ പടം. നെഞ്ചു പിളർന്നാൽ കരളിൻ കനൽമായില്ല. തമ്പ്രപ്പടയില്ലു തകർത്താൽ അഭിമാനം ചിതറില്ല. മല പോലെ വളരും ഞങ്ങൾ, പുഴ പോലെ പടരും നമ്മൾ, മരണത്തിൽ പോലും വീഴില്ല. കാടിൽ തലചായ്ക്കാൻ നിങ്ങളുടെ അനുവാദം കാക്കില്ല. കാടിൻ കനി കയ്യിലെടുക്കാൻ അതിരൊന്നും നോക്കില്ല. പിറപ്പി മടിയിൽ തന്നെ, മരിപ്പി തണലിൽ തന്നെ, വിലങ്ങിൽ പതറിപ്പോകില്ല.